ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേർക്ക് മനസ്സിലായി കാണും. ഒരച്ചാറാണ്, വെറും അച്ചാറല്ല, ബീഫ് അച്ചാർ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇച്ചിരി ഉപ്പും വിനാഗിരിയും ചേർത്ത് കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുക്കറിൽ വെച്ച് ആദ്യം വേവിക്കണം. എന്നിട്ട് പ്രഷർ പോയി കഴിയുമ്പോൾ അതിലെ വെള്ളം വറ്റിച്ച് എടുക്കണം. അത് കഴിഞ്ഞ് ഒരു ചട്ടി എടുത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് വറുത്തെടുക്കണം. എന്നിട്ട് അതങ്ങ് മാറ്റി വെക്കണം. ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് നന്നായി വഴറ്റുക. ഇഞ്ചിയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും പച്ചമണം നമുക്കൊന്ന് മാറിക്കിട്ടണം. അത്രയും നേരം നമ്മൾ വഴറ്റിക്കൊണ്ടെടുക്കണം. ഇനി മുളക് പൊടി ഇടണം ഒരു പാത്രത്തിലേക്ക്. പിന്നെ ഗരം മസാല ഇടണം. മുളക് പൊടി ഇട്ട പാത്രത്തിൽ തന്നെ ഗരം മസാലയും ഇടണം. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം. വെള്ളമൊഴിച്ചാണ് കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ എരിവാണോ? വിനാഗിരിയും വെള്ളവും കൂടെ ഒന്നിച്ചാണ് അത് കൊടുക്കുന്നത്. നല്ലപോലെ തിളച്ചൊരു ഇതാവും. വറ്റി വന്നിട്ടാണ് ഇതെടുത്തിട്ട് ഇളക്കുന്നത്. പേസ്റ്റ് രൂപത്തിലെടുക്കണം. മതിയല്ലോ. ഇനി നമുക്ക് ഇച്ചിരി ഉലുവ എടുത്തിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ കരിയിക്കരുത് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇച്ചിരി ഇത് മൂപ്പിച്ച് കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ആ ഉലുവ എടുത്ത് പൊടിപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിരിക്കുന്നതിൻ്റെ അകത്ത് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടണം. ഇച്ചിരി ഒന്ന് മൂപ്പിക്കാൻ. അതിൻ്റെ അകത്ത് നമ്മൾ മറ്റേ അരച്ചു വെച്ച പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കണം. ഒന്നര ഗ്ലാസ് ഇനി നമുക്ക് ഒരു ഗ്ലാസ് വിനാഗിരിയും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. ഇച്ചിരി ഉപ്പിട്ടാൽ മതി കേട്ടോ.
ഇനി നമുക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. 1.5 ഗ്ലാസ് ഒഴിക്കാം. ചിലപ്പോൾ ഇതിന് കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് 1.5 ഗ്ലാസ് വെള്ളം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പിടട്ടെ. നമുക്ക് ഇനി ഉപ്പ് ഇട്ടിട്ട് തോന്നുന്നില്ലെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇച്ചിരി മതി ഇട്ടോ, കൂടുതലുണ്ടല്ലേ. ഇനി നമ്മൾ ഇളക്കിക്കൊണ്ടേ തന്നെ ഇരിക്കണം. ഇനി കുറച്ച് നേരം ഇച്ചിരി തിളപ്പിക്കാൻ വെക്കണം. നല്ലപോലെ തിളയ്ക്കണമെന്നില്ല, ഇച്ചിരി ചൂട്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് വറുത്ത് വെച്ച് ബീഫ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇച്ചിരി ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അത് മൊത്തം ഇടണ്ട കേട്ടോ, ഇത്തിരി ഇട്ടാൽ മതി, ഒരു 1/2 സ്പൂൺ. ഇനി നമുക്ക് ഇച്ചിരി കായപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്തിനാന്ന് വെച്ചാൽ ഇപ്പം ഇട്ട ഉലുവാപ്പൊടിയും കായപ്പൊടിയും നല്ല പോലെ ഒന്ന് മിക്സ് ആവാൻ അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് റെഡിയായി, ബീഫ് അച്ചാർ.